المدرسة الربانية كونوا ربانيين ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന് വേണ്ടി ഒരാൾ ഇഹ്റാം ചെയ്തു കഅബയിൽ വന്ന് ഉംറ നിർവഹിച്ചു, മുതമത്തിആയി ഹജ്ജ് ചെയ്യുന്നയാൾ അങ്ങനെ ഉംറയിൽ നിന്ന് വിരമിച്ചു. ദുൽഹിജ്ജ 8 എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പുറപ്പെട്ടു. ആ രാത്രിയിൽ മിനയിൽ രാപ്പാർക്കൽ സുന്നത്താണ്. ശേഷം മിനയിൽ ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹ് 5 നേരമുള്ള നമസ്കാരങ്ങൾ അതാതിന്റെ സമയത്ത് ഖസ്റായി നമസ്കരിച്ചു. 9 സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ദുഹറിന് ശേഷം അറഫയിൽ നിൽക്കുകയും മഗ്രിബോട് കൂടിയിട്ട് അറഫയിൽ നിന്ന് പുറപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെയാണ് നമ്മൾ സംസാരിച്ചത്. 88ാമത്തെ ചോദ്യമാണ് പറഞ്ഞത്. ഇനി 89ാമത്തെ ചോദ്യമാണ്. ഫി മഷ്അരിൽ ഹറാം. മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഖുർആൻ മുസ്ദലിഫക്ക് പ്രയോഗിച്ചിരിക്കുന്ന ഒരു പേരാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളതാണ് അറഫയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത കർമ്മം. അത് ഹജ്ജിന്റെ വാജിബുകളിൽപ്പെട്ടതാണ്. നിർബന്ധമായും ചെയ്തിരിക്കണം. ചെയ്തില്ല എങ്കിൽ അതിന് പ്രായശ്ചിത്തം വേണം. 89ാമത്തെ ചോദ്യം, മത്താ യതഹറകു ഇലാ മുസ്ദലിഫ. മുസ്ദലിഫയിലേക്ക് എപ്പോഴാണ് ഒരു ഹാജി ചലിച്ചു തുടങ്ങേണ്ടത് എന്നതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് മുസ്ദലിഫയിലേക്ക് പുറപ്പെടേണ്ടത്. വലാ യജൂസു അൻ യഖ്റുജ മിൻ ഹുദൂദി അറഫ ഖബ്ല ഗുറൂബി ശംസ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയുടെ അതിർത്തി മുറിച്ച് കടക്കുക എന്നുള്ളത് അനുവദനീയമല്ല എന്നതാണ്. കാരണം മഗ്രിബ് വരെയും അറഫയിൽ നിൽക്കൽ ശരിയായ അഭിപ്രായ പ്രകാരം വാജിബാണ്, നിർബന്ധമായ കർമ്മമാണ്. ചില ഉലമാക്കൾക്ക് സുന്നത്താണെന്ന അഭിപ്രായമുണ്ടെങ്കിലും ആ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാൻ വാജിബാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, മഗ്രിബ് വരെ നിൽക്കുക എന്നുള്ളതാണ് അനിവാര്യമായി ചെയ്യേണ്ടത്. 90ാമത്തെ ചോദ്യം, ഹൽ യുസ്രിഉ ഫിൽ മശി ഇലാ മുസ്ദലിഫ. മുസ്ദലിഫയിലേക്കുള്ള നടത്തത്തിൽ വേഗത കാണിക്കാമോ എന്നുള്ളതാണ്. മുസ്ദലിഫയിലേക്ക് നടക്കുമ്പോൾ വളരെ സക്കീനത്തോടെ, ശാന്തമായി, സമാധാനത്തോടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. വലാ യുസാഹിമുന്നാസ. ജനങ്ങളോട് ഇടയിൽ തിക്കിത്തിരക്കാൻ പാടില്ല. ലാ ബിനഫ്സിഹി വലാ ബിസയ്യാറത്തി. ശരീരം കൊണ്ടോ വാഹനം കൊണ്ടോ വളരെ സാവധാനമാണ് പോകേണ്ടത്. ഫൈദാ വജദ ഖൽവ വഫുസഹ അസ്റ. ഇനി മുന്നില് വഴിയുണ്ട്, അതേപോലെ തന്നെ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് വേഗതയിൽ പോകുന്നതിന് കുഴപ്പമില്ല. അതല്ല എങ്കിൽ വഇല്ലാ മശ മഷിയൻ മുഅതാദൻ. വളരെ സാവധാനം ആണ് നടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പന നൽകിയതാണ്. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് എല്ലാവരും മുസ്ദലിഫയിലേക്കാണ് സഞ്ചാരം, വേറെ വ്യത്യസ്ത കർമ്മങ്ങളിലേക്കല്ല. വേറെ പലപ്പോഴും പല കർമ്മങ്ങളിലും പല സ്ഥലങ്ങളിലേക്കായിരിക്കും സഞ്ചരിക്കുക. പക്ഷെ എല്ലാവരും മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ തിരക്കുണ്ടാകും. അതുകൊണ്ട് സമാധാനം പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പന നൽകിയിട്ടുണ്ട്. ഐന യുസല്ലി അൽ മഗ്രിബ വൽ ഇശാ. മഗ്രിബും ഇശാവും എവിടെയാണ് നമസ്കരിക്കേണ്ടത്? അപ്പോ അസ്തമിച്ചതിന് ശേഷമാണ് പുറപ്പെടേണ്ടതെന്ന് പറഞ്ഞു. അസ്തമിച്ചാൽ സ്വാഭാവികമായും മഗ്രിബിന്റെ സമയമായി. പക്ഷെ അവിടെ നമസ്കരിക്കരുത്. അലൽ ഹാജി അൻ യുഅഖിറ സ്വലാത്തൽ മഗ്രിബ്. മഗ്രിബ് നമസ്കാരത്തെ പിന്തിക്കുക എന്നുള്ളതാണ് ഒരു ഹാജിയുടെ മേൽ അനിവാര്യമായ കാര്യം. ഏതുവരെയും ഹത്താ യസുല ഇലാ മുസ്ദലിഫ. മുസ്ദലിഫയിലെത്തുന്നത് വരെയും അതിന് പിന്തിക്കണം. എപ്പോഴാണോ മുസ്ദലിഫയിലെത്തുന്നത് അതുവരെയും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോ നിസ്ഫുൽ ലൈല് കഴിയും എന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണോ എത്തിയത് അവിടെ നമസ്കരിക്കാം. സ്വാഭാവികമായി സാധാരണ രീതിയിൽ മുസ്ദലിഫിൽ എത്തലുണ്ട്. ചിലപ്പോ ബസ്സിലോ മറ്റുള്ള വാഹനങ്ങളിലോ സഞ്ചരിക്കുമ്പോൾ വലിയ തിരക്ക് കാരണം താമസിച്ചു പോകലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്,
രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പേ നമസ്കരിക്കാൻ, വാഹനത്തിൽ ഇരുന്നാണെങ്കിലും നമസ്കരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അർദ്ധരാത്രി കഴിഞ്ഞാൽ ഇഷാഇന്റെ സമയം വിട്ടുകിടക്കും, അതിനുമുമ്പ് നമസ്കരിച്ചിരിക്കണം. അതല്ല എങ്കിൽ മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത്. എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക, അങ്ങനെ ഫയുസല്ലി ജംഅൻ, ജംആയിട്ട് നമസ്കരിക്കുക. അൽ മഗ്രിബു സലാസൻ, മഗ്രിബ സലാസൻ, സുമ്മ യുസല്ലി അൽ ഇശാ റക്അത്തൈൻ ഖസ്റ, 3 റക്അത്ത് മഗ്രിബ് പിന്നെ ഖസ്റാക്കിക്കൊണ്ട് ഇശാ ചെയ്യുക, 2 റക്അത്ത് നമസ്കരിക്കുക. ഇനി വഇൻ ഫസല ബൈനഹുമാ ലിഹാജത്തിൻ ഫലാ ബഅസ്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അതിന് രണ്ടിന്റെയും ഇടയിൽ എന്തെങ്കിലും വിടവ് ഉണ്ടാക്കിയാൽ, വേർപെടുത്തിയാൽ അതുകൊണ്ട് കുഴപ്പമില്ല. വലൈസ ബൈന സ്വലാത്തൈനി സ്വലാത്തുൻ, അവകൾക്കിടയിൽ സുന്നത്തോ മറ്റോ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. 92ാമത്തെ ചോദ്യം, ബിഅയ്യി ഷൈഇൻ യൻശഗലു ബഅദ സ്വലാഹ്, നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യത്തിലാണ് അവൻ മുഴുകേണ്ടത്, വ്യാപൃതനാകേണ്ടത്? അലൈഹി അല്ലാ യൻശഗില ഇല്ലാ ബിമാ ലാ ബുദ്ദ മിൻ, അനിവാര്യമായി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യാവൂ. ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തണം, അല്ലെങ്കിൽ നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ, ഇങ്ങനെയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാൻ പാടില്ല. ആദ്യം ചെയ്യേണ്ട ഉറക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഫയനാമു ഇലൽ ഫജ്ർ, അങ്ങനെ ഫയനാമ ഇലൽ ഫജ്ർ, ഫജ്ർ വരെയും അവൻ ഉറങ്ങണം എന്നതാണ് മുസ്ദലിഫയിലെ കർമ്മം. മുസ്ദലിഫയിലെ കർമ്മം ഉറക്കമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കിടന്നുറങ്ങാൻ ചിലപ്പോൾ കാർപ്പറ്റുകൾ കാണും, റൗണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഭാഗത്ത്, അത് ആദ്യം സംഘടിപ്പിക്കുക. വെള്ളം ചിലപ്പം വിതരണം ചെയ്യുന്നുണ്ടാകും വലിയ ലോറികളിൽ, അത് എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. എന്നിട്ട് നമസ്കരിക്കുക വുളൂ ചെയ്ത്, അതിനുശേഷം ഉറങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഉറങ്ങുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കർമ്മം. കാരണം എന്താണ്? ലിഅന്ന വറാഅഹു യൗമൻ ഷാഖൻ, ശേഷം വരാനുള്ളത് കുറച്ച് കഠിനമായ ദിവസമാണ്. ഫീഹി അഅമാലുൻ വതാഅത്തുൻ വഇബാദത്തുൻ അദീമ, അതിൽ ധാരാളം അമലുകളുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കേണ്ട ധാരാളം കർമ്മങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട് എന്നുള്ള കാരണത്താൽ ആ രാത്രിയിൽ വിശ്രമിക്കുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും ആളുകൾക്ക് അബദ്ധം സംഭവിക്കലുണ്ട്. ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അതിന് നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്തില്ലാത്ത കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. പലപ്പോഴും ട്രെയിൻ മാർഗമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്തും. എല്ലാവർക്കും ട്രെയിൻ സംവിധാനം ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ചില ആളുകൾ ബസ്സിലായിരിക്കാം എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അബദ്ധം, അവർ മുസ്ദലിഫയിലെത്തിയത് അറിയുന്നില്ല. മിനയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അറഫയിൽ നിന്ന് പുറപ്പെടുന്നു, നല്ല ട്രാഫിക് ജാം ആയിരിക്കും, അതിനിടയിൽ എന്ത് ചെയ്യുന്നു, വാഹനം ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പോകുന്നു. മുസ്ദലിഫ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ കടന്നു പോകുന്നത്. മുസ്ദലിഫയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഉറപ്പുവരുത്തുകയും അങ്ങനെ വാഹനത്തിന്റെ ഡ്രൈവർമാരോട് ചോദിക്കുകയും അത് മനസ്സിലാക്കി മുസ്ദലിഫയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പാർക്കുക, നമസ്കാരം നൽകുക. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ അവർ വാഹനത്തിൽ പുറത്തിറക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകലുണ്ട്. പല ആളുകൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരറിഞ്ഞിട്ടില്ല, മുസ്ദലിഫ കടന്നുപോയത് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക, മുസ്ദലിഫ വഴിയായിരിക്കും കടന്നു പോകുന്നത്, മുസ്ദലിഫയാണെന്ന് മനസ്സിലാക്കി ഉറപ്പിച്ച് മുസ്ദലിഫയിൽ അപ്പാർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ അപ്പാർക്കേണ്ടതുണ്ട്. നമസ്കാരവും നിർവഹിക്കേണ്ടതുണ്ട്. ബസ്സുകളിലോ മറ്റോ യാത്ര ചെയ്യുന്ന പല ആളുകൾക്കും ഇങ്ങനെ സംഭവിക്കലുണ്ട് എന്നുള്ളതിനാലാണത്. ഇനി അയ്ന യുസല്ലി അൽ ഫജ്റ യൗമൽ ആശിരി മിൻ ദിൽഹിജ്ജ, അതിനുശേഷം 10ാമത്തെ ദിവസമാണ്. 10ാമത്തെ ദിവസം ഫജ്ർ നമസ്കാരം എവിടെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. യുസല്ലി അൽ ഫജ്റ സ്വബീഹത്തൽ ആശിരി മിൻ ദിൽഹിജ്ജ ഫി മുസ്ദലിഫ, പെരുന്നാൾ ദിവസം, അതായത് ദുൽഹിജ്ജ 10ന്റെ സുബ്ഹ് നമസ്കാരം നമസ്കരിക്കേണ്ടത് മുസ്ദലിഫയിൽ തന്നെയാണ്. എവിടെയാണോ രാപ്പാർത്ത് അവിടെയാണ് നമസ്കരിക്കേണ്ടത്. അതിനാണ് അൽ മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത്. വഅലൈഹി അൻ യുസല്ലി അൽ ഫജ്റ ഫി അവ്വലിൽ വഖത്ത്, ശ്രദ്ധിക്കേണ്ടത് ഫജ്ർ നമസ്കാരം ആദ്യ വഖത്തിൽ നമസ്കരിക്കലാണ് അവിടെ സുന്നത്ത്. ബാങ്കിന്റെ സമയമായാൽ ഉടനെ നമസ്കരിക്കുക. വഖത്തൽ ഗലസ്, ഗലസിന്റെ സമയം എന്നാണ് അതിന് പറയുക. അതായത് ഒരുപാട് ബാങ്കിന് ശേഷം കാത്തു നിൽക്കേണ്ടതില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ദലിഫയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പിഴവാണ്, ആളുകൾ
ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, ഫജറിന്റെ സമയമാകുന്നതിന് മുമ്പേ ധാരാളം ജമാഅത്തുകൾ മുസ്ദലിഫയിൽ കാണാൻ സാധിക്കും. പല ആളുകളും നമസ്കരിക്കുന്നുണ്ടാകും, ഫജറിന്റെ സമയമായി കാണുകയില്ല. അപ്പൊ ഒന്നുകിൽ അവിടെയുള്ള സമയക്രമ പട്ടിക നോക്കിക്കൊണ്ട് സമയമായി എന്ന് ഉറപ്പായതിനു ശേഷം എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അതല്ലെങ്കിൽ മുസ്ദലിഫയിൽ പല സ്ഥലങ്ങളിൽ നിന്നും നോക്കിയാൽ ക്ലോക്ക് ടവർ കാണും. കാബയുടെ പരിസരത്തുള്ള ക്ലോക്ക് ടവർ കാണാൻ സാധിക്കും. അതിൽ പച്ച ലൈറ്റ് തെളിയും. ഓരോ വഖത്തിന്റെ സുബ്ഹിന്റെ സമയത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അതിന്റെ പച്ച ലൈറ്റ് തെളിയും ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ. അത് ഉറപ്പായതിനു ശേഷം എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അതിനു മുമ്പ് നമസ്കരിച്ചാൽ സുബ്ഹ് നമസ്കാരം എന്താവുകയില്ല, സ്വീകരിക്കുക. സമയമായി എന്നുള്ള നമസ്കാരത്തിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അപ്പൊ സമയമായതിനു ശേഷമായിരിക്കണം നമസ്കരിക്കേണ്ടത്. സമയമായി കഴിഞ്ഞാൽ ഒരുപാട് എന്ത് ചെയ്യേണ്ടതുമില്ല, താമസിക്കേണ്ടതുമില്ല. ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക, നമസ്കരിക്കുക. ولا ينبغي الخروج من مزدلفة قبل صلاة الفجر إلا لمن يجوز له النفر قبل ذلك. ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടുക എന്നുള്ളത് അനുവദനീയമല്ല. ചില ആളുകൾക്ക് അനുവദനീയമാണ്, അവർക്ക് ഉദ്ർ നൽകപ്പെട്ടിട്ടുണ്ട്, അതാണ് ശേഷം പറയും. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ദലിഫയിൽ നിന്ന് സുബ്ഹിന് മുമ്പ് പുറപ്പെടുക എന്നുള്ളത് അനുവദനീയമല്ല എന്നതാണ്. എന്നാൽ മൻ യജൂസു ലഹു അൻ യൻഫറ മിൻ മുസ്ദലിഫ ഖബല അൽ ഫജ്ർ. ഫജ്റിന് മുമ്പ് അങ്ങനെ പുറപ്പെടൽ അനുവദനീയമായ ആളുകൾ ആരാണ്? അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ പുറപ്പെടാം. അതായത് അതിനുശേഷം ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞാൽ അഖബ എന്ന അഖബയിലെറിയലാണ്. ജംറത്തുൽ അഖബയിലെറിയലാണ്. അവിടെ നല്ല തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, അന്ന് ആ ഒരു ഒറ്റ ജംറയിലാണ് എറിയുന്നത്. അതുകൊണ്ട് അങ്ങനെ തിരക്കുണ്ടാകാതിരിക്കാൻ ഈ തിരക്ക് വരുന്നതിന് മുമ്പേ പുറപ്പെടുക എന്നുള്ളത് ചില ആളുകൾക്ക് അനുവദനീയമാണ്. അതാരെല്ലാമാണ്? ലിവാഫത്തിന്നാസി, ദുർബലരായ ആളുകൾ. അതുപോലെ വന്നിസ, സ്ത്രീകൾ, രോഗികളോ വാർദ്ധക്യമുള്ള ആളുകളോ സ്ത്രീകളോ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടുക എന്നുള്ളത് അനുവദനീയമാണ്. മുസ്ദലിഫയിൽ നിന്ന് ബാദ നിസ്ഫിൽ ലൈൽ, അർദ്ധരാത്രിക്ക് ശേഷം. ഹത്താ ലാ യഖഉ ഫീ ശിദ്ദത്തി സിഹാം, അവർ ശക്തമായ തിരക്കിൽ പെട്ടുപോകാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ പുറപ്പെടുന്നതിന് കുഴപ്പമില്ല. 95 ഐന വഖഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സ്വലാത്തിൽ ഫജ്ർ ഫി മുസ്ദലിഫ. മുസ്ദലിഫയിൽ സുബ്ഹ് നമസ്കാരം നിർവഹിച്ചാൽ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത്? ഹജ്ജിന് ഉത്തരം നൽകപ്പെടുന്ന പ്രത്യേക ചില സമയങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചിലത് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഷ്അറുൽ ഹറാമിൽ ദുആക്കുത്തരമുണ്ട്. സുബ്ഹ് ആദ്യ സമയത്ത് തന്നെ നമസ്കരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഷ്അറുൽ ഹറാമിൽ നിൽക്കുമായിരുന്നു. മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത് ജബലുൽ മഅറൂഫൻ, അവിടെയുള്ള പ്രസിദ്ധമായ ഒരു മലയാണ്, ഒരു കുന്നാണ്. അങ്ങനെ വറഖിയ അലൈഹി, നബി അതിന്റെ മേൽ കയറു, ഖിബലക്ക് തിരിഞ്ഞു നിൽക്കും. ഫഹമിദല്ലാഹ, അല്ലാഹുവിനെ സ്തുതിക്കും. വകബ്ബറഹു, തക്ബീർ പറയും. വഹല്ലലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. വവഹദഹു, അല്ലാഹുവിന്റെ തൗഹീദിന്റെ വചനങ്ങൾ പറയും. വദഅ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ദീർഘനേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള സുന്നത്താണ്. വലം യസൽ കദാലിക ഹത്താ അസ്ഫറ ജിദ്ദ, കുറച്ച് വട്ടം വലിച്ചു വരുന്നത് വരെയും അവിടെ നിൽക്കും. സുമ്മൻ ത്വലഖ ഖബല തുലുഇ ശംസി ഇലാ മിന, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മദീനയിലേക്ക് പുറപ്പെടും. അതാണ് അതിന്റെ സുന്നത്ത്. നമ്മൾ അറഫയിലേക്ക് പുറപ്പെടുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് എങ്കിൽ, മുസ്ദലിഫയിൽ നിന്ന് പിന്നീട് മിനയിലേക്ക് പുറപ്പെടുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ പുറപ്പെടലാണ് സുന്നത്ത്. ജാഹിലിയ കാലഘട്ടത്തെ ആളുകൾ ശേഷമായിരുന്നു പുറപ്പെട്ടിരുന്നത്. അപ്പൊ അതിന് വിപരീതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പുറപ്പെടുക എന്നുള്ളതാണ്. വഅലൈഹി സക്കീന വഹുവ യുലബ്ബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വളരെ സാവധാനമാണ് പോയിരുന്നത്, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നത്. പലപ്പോഴും ഇതിന് സാധിക്കലില്ല ആളുകൾക്ക്. കാരണം മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കുള്ള സഞ്ചാരം ഇത്തിരി ദുർഘടമായിരിക്കും. നല്ല രീതിയിലുള്ള തിരക്ക് സാധാരണ ഉണ്ടാകലുണ്ട്. അതുകൊണ്ട് പതിയെ 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 ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കിടന്ന സ്ഥലത്ത് നമ്മൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നീങ്ങുക. സുബ്ഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രാർത്ഥനയാണ്. കാരണം ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിച്ച സമയമാണ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് എന്താണ്? ഈ തിരക്കിൽ പെട്ടുപോയിട്ട് അതിന്റെ ഷുഗലിലായിരിക്കും. തിരക്കിൽ നിന്നോട്ടെ കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യുക, തസ്ബീഹുകൾ പറയുക, തക്ബീറുകൾ പറയുക, തൽബിയത്ത് പറയുക, ദുആ ചെയ്ത് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. മറ്റുള്ള ബഹളങ്ങളിലും മറ്റുമൊന്നും പങ്കെടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നത്ത്.
96 മാദാ യഫ്അലുൽ മുതവജ്ജിഹു ഇലാ മിന ഫീ വാദി മുഹസ്സിർ. അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെയുള്ള സ്ഥലമാണ് വാദി മുഹസ്സിർ. അതായത് കഅബ ആക്രമിക്കാൻ വന്നതായ സൈന്യത്തെ തകർത്തതായ സ്ഥലമാണ്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അവിടെ എത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ എത്തിയാൽ യുസന്നു ലഹു അൻ യുസ്രിഅ ഇദാ ജാഅ ഇലാ ബത്നി മുഹസ്സിർ. ഈ വാദി മുഹസ്സിറിൽ എത്തിക്കഴിഞ്ഞാൽ വേഗതയിൽ സഞ്ചരിക്കണം. അവിടെ കാഴ്ച കാണാൻ നിൽക്കുക എന്നുള്ളതല്ല. പലപ്പോഴും ആളുകൾ അങ്ങനെ കാഴ്ച കാണാൻ പോക്കുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിൽ. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കാര്യമല്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങൾ കണ്ടാൽ വേഗതയിൽ ഓടിപ്പോവുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. വഹുവ വാദിൻ ബൈന മിന വ മുസ്ദലിഫ. മിനക്കും മുസ്ദലിഫക്കും ഇടയിലുള്ള ഒരു വാദിയാണ്, താഴ്വരയാണ് ഇത്. വഹുവ മിൻ ഹുദൂദി മിന, മിനയുടെ അതിർത്തിയിൽപ്പെട്ട സ്ഥലവുമാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുക? വളരെ വേഗതയിൽ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി പെരുന്നാൾ ദിവസം എന്തു വേണം എന്നുള്ളതാണ്. യൗമുൻ നഹ്രിൽ ആശിരി മിൻ ദുൽഹിജ്ജ, 10ാമത്തെ ദുൽഹിജ്ജ 10ന്റെ ദിവസം. മാഹിയ അഅമാലു യൗമിൻ നഹർ, പെരുന്നാൾ ദിവസത്തിൽ എന്തെല്ലാം അമലുകളാണ് ഹാജി ചെയ്യേണ്ടത്? അഅമാലു യൗമിൻ നഹ്രി 4 കർമ്മങ്ങളാണുള്ളത്. ഒന്ന് അർറമിയ്, ജംറത്തുൽ അഖബയിൽ എറിയലാണ്. ശേഷം ഫന്നഹ്റു അവ ദബഹു, ഒന്നുകിൽ ഒട്ടകത്തെ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ അറുക്കുക എന്നുള്ളതാണ്. ദബ്ഹാണ് രണ്ടാമത്തേത്. ഹുമ്മൽ ഹൽഖു അവ തഖ്സീർ, ശേഷം തലമുണ്ടനമോ അതല്ലെങ്കിൽ തലയിലെ മുടി ചുരുക്കുകയോ ചെയ്യലാണ്. ഹുമ്മ തവാഫു വസ്സഅയു, പിന്നീട് തവാഫും സഅയും പൂർത്തിയാക്കലാണ്. ഇതാണ് 4 കർമ്മങ്ങൾ. ഇത് ഈ ക്രമത്തിൽ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമായ കാര്യമല്ല. ഒരാൾ ഒന്നിനെ മറ്റൊന്നിന്റെ മേൽ മുന്തിച്ചാൽ എന്തില്ല, അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുന്തിക്കുകയും പിന്തിക്കുകയും എല്ലാം ചെയ്ത ആളുകളോട് പറഞ്ഞു ലാ ഹറജ് ലാ ഹറജ്. പല ആളുകളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു, നബിയെ ഞാൻ ആദ്യം എന്ത് ചെയ്തു, എറിയുന്നതിന് മുമ്പ് തവാഫ് ചെയ്യാൻ പോയി. നബി പറഞ്ഞു ലാ ഹറജ്. ചില ആളുകൾ പറഞ്ഞു, നബി ഞാൻ അറുക്കുന്നതിന് മുമ്പ് മുടി കളഞ്ഞു. നബി പറഞ്ഞു ലാ ഹറജ്, കുഴപ്പമില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു, ഞാൻ ആദ്യം അറുത്തു ഖബ്ല അൻ അർമിയ, എറിയുന്നതിന് മുമ്പ് അറുക്കാൻ പോയി. പറഞ്ഞു ഒരു കുഴപ്പമില്ല, ലാ ഹറജ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്നാൽ ഈ പറയുന്ന തർത്തീബ് സുന്നത്താണ്. ആദ്യം അഖബയിൽ എറിയുക, ശേഷം എന്ത് ചെയ്യുക, അറവ് നടത്തുക, അതിനുശേഷം മുടി കളയുക, 4ാമതായി തവാഫും സഅയും നിർവഹിക്കുക. ഇതാണ് അതിന്റെ തർത്തീബ്, ശരിയായ തർത്തീബ്. അത് പാലിക്കുക എന്നത് നിർബന്ധമല്ല. 98ാമത്തെ കാര്യം മിൻ ഐന യൽതഖിതു ഹസൽ ജിമാർ. അപ്പൊ എറിയാനാണ് ആദ്യത്തെ കർമ്മം, എറിയലാണ്. അഖബയിൽ എറിയലാണ്. അഖബയിൽ 7 കല്ലുകളാണ് പെരുന്നാൾ ദിവസം എറിയേണ്ടത്. അതിന് കല്ലുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് കല്ലുകൾ ശേഖരിക്കുക? യൽതഖിതുൽ ഹസാ മിൻ ഹൈഥു ഷാ, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് കല്ലുകൾ പെറുക്കാം. മിൻ മുസ്ദലിഫ ഔ ഗൈരിഹ, ഒന്നുകിൽ മുസ്ദലിഫയിൽ നിന്ന് അതല്ലെങ്കിൽ അതല്ലാത്തിടത്തു നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലുകൾ പെറുക്കിയത് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് സഞ്ചരിക്കുന്നതിന് ഇടയിലാണ്, എന്ത് ചെയ്തത്, വഴിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് കല്ലുകൾ പെറുക്കി കൊടുത്തത്. അങ്ങനെ ചെയ്യാം. ചിലപ്പോ അതിന് സാധിക്കുകയില്ല, കാരണം യാത്ര ചിലപ്പോൾ ദുർഘടമായിരിക്കും. അതുകൊണ്ട് മുസ്ദലിഫയിൽ നിന്ന് എന്ത് ചെയ്യുക, മുസ്ദലിഫയിൽ ധാരാളം ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകും. ആ കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് എന്ത് ചെയ്യുക, പെറുക്കുക. 7 കല്ല് പെറുക്കിയാൽ മതി. 10ാമത്തെ ദിവസവും 11, 12, 13 ദിവസങ്ങളിലും എറിയേണ്ടതുണ്ട്. ചില ആളുകൾ ഈ 3, 4 ദിവസങ്ങളിലേക്ക് വേണ്ടിയും മുസ്ദലിഫയിൽ നിന്ന് എന്ത് ചെയ്യും, കല്ലുകൾ പെറുക്കുന്നത് കാണാം. അതിന്റെ ആവശ്യമില്ല. ഓരോ ദിവസത്തേക്കും അതാത് ദിവസം എന്ത് ചെയ്താൽ മതി, കല്ലുകൾ പെറുക്കിയാൽ മതി. 99ാമത്തെ ചോദ്യം, ഐന യുസന്നു അൻ യതവജ്ജഹൽ ഹാജ് ബഅദൽ ഖുറൂജി മിൻ മുസ്ദലിഫ. മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടേക്ക് ആദ്യം പോകലാണ് ഈ ഹാജിക്ക് സുന്നത്തായത്? യുസന്നു ലഹു അൻ യൻതലിഖ ബഅദ ഖുറൂജിഹി മിൻ മുസ്ദലിഫ ഇലാ ജംറത്തിൽ അഖബ മുബാശറ. നേരെ തന്നെ എവിടേക്ക് പോകലാണ് സുന്നത്ത്? ജംറത്തുൽ അഖബയിലേക്ക് പോകലാണ് സുന്നത്ത്. വഹിയ ആഖിറുൽ ജംറാത്തി ബിന്നിസ്ബത്തി ലിൽ ഖാദിമി മിൻ ജിഹത്തി മുസ്ദലിഫ. മുസ്ദലിഫയിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ജംറയാണ്. വഹിയ അഖറബുൽ ജംറാത്തി ഇലാ മക്ക, മക്കയിനോട് ചേർന്ന് കിടക്കുന്നതുമാണ്. ജംറ 3 ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഒരിടത്ത് നിന്നാൽ തന്നെ 3ഉം കാണാൻ സാധിക്കും. അതില് മക്കയുടെ ഭാഗത്തോട്ട്, കഅബയുടെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുന്ന ജംറക്കാണ് എന്ന് പറയുന്നത് ജംറത്തുൽ അഖബ. ആ അറ്റത്തുള്ളതിനാണ് ജംറത്തുൽ അഖബ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ജംറയുണ്ട്, അതിലെറിയരുത്. പല ആളുകളും എന്ത് ചെയ്യും, ആദ്യം കാണുന്ന ജംറയിലേക്ക് വലിച്ചെറിയും. ഈ പെരുന്നാൾ ദിവസവും കാണാൻ സാധിക്കും. ആദ്യം ഒരു ജംറയുണ്ട്, ജംറത്തുൽ ഊല, 1ാമത്തെ അല്ലെങ്കിൽ സുഗറ, 1ാമത്തെ ചെറിയ ഇതാണ്. പിന്നെ വുസ്തയുണ്ട്, നടുവിൽ ഒന്നുണ്ട്. പിന്നീടാണ് അഖബ വരുന്നത്. ആളുകൾ ജംറ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും,
അതിൽ വലിച്ചെറിയാൻ തുടങ്ങും പലതും. ഇതല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? പെരുന്നാൾ ദിവസം ജംറത്തുൽ അഖബയിൽ മൂന്നാമത് കാണുന്ന അഖബയിൽ മാത്രം എറിയലേ സുന്നത്തുള്ളൂ. 3 എറിയലുകൾ. ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ജംറയാണെന്ന് കരുതിയിട്ട് അവിടെ എറിയും. ചിലപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം വഴിതെറ്റി പോയിട്ടുണ്ടാകാം. പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവുകയില്ല. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ആ രീതിയിൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് മൂന്നാമത്തെ ജംറയാണ് ജംറത്തുൽ അഖബ. അവിടെയാണ് പെരുന്നാൾ ദിവസം എറിയൽ സുന്നത്തുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെ 3 എറിയേണ്ടതുള്ളൂ. 100ാമത്തെ ചോദ്യം, കൈഫ യർമി ജംറത്തുൽ അഖബ? ജംറത്തുൽ അഖബയിൽ എങ്ങനെയാണ് എറിയേണ്ടത്? യുസന്നു അൻ യജഅല മക്കത അൻ യസാരി. ജംറത്തുൽ അഖബയിൽ എറിയുമ്പോൾ ഒരു സുന്നത്തുണ്ട്. നമ്മൾ പറഞ്ഞു കഅബയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ 3 ജംറകള് 1 2 3 ഇങ്ങനെ കൂട്ടിക്കോ. അപ്പോ ആദ്യത്തെ വിട്ട് കഴിഞ്ഞു, 2ാമത്തെ 1 3ാമത്തെ 1. ഇത് 3ാമത്തെ ജംറയാണ് എങ്കിൽ ആ ഭാഗത്താണ് കഅബ ഉണ്ടാവുക. ക്ലോക്ക് ടവർ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ആ ഭാഗം ഇടതുവശത്താകുന്ന നിലയിൽ നിൽക്കുക. അപ്പൊ ഇതിന്റെ ഏത് ഭാഗത്തു നിന്ന് നമുക്ക് എറിയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ഇടതുഭാഗത്ത് കഅബയാകുന്ന നിലയിൽ ഈ ഭാഗത്ത് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് എറിയുക. ഇത് സുന്നത്താണ് ജംറത്തുൽ അഖബയിൽ എറിയുമ്പോൾ. മിന അൻ യമീനി. അപ്പൊ മിന ഏത് ഭാഗത്ത് വരും? അവന്റെ വലതുഭാഗത്ത് വരും. ഫയർമീഹ ബിസബഇ ഹസയാത്തിൻ. എന്നിട്ട് അതിലേക്ക് 7 കല്ലുകൾ എറിയണം. മിസ്ലു ഹസാ അൽ ഖദ്ഫി അക്ബറു മിനൽ ഹിംസതി ഖലീലൻ. ഖദ്ഫ് പോലുള്ളതാണ് എറിയേണ്ടത്. അതായത് ഈ ചെറിയ കടമല്ല മണിയേക്കാൾ കുറച്ച് വലുതായ ഇത്. അതായത് നമ്മുടെ ഈ ചെറുവരലിന്റെ ഉന്മൂലത്തുണ്ടല്ലോ അവസാനത്തെ ഭാഗം, മടക്ക്, ഏകദേശം അത്രയ്ക്കും വലിപ്പമുള്ള, എന്നാൽ വലിയ വിരലിന്റെ ഈ ഇതിനോട് ഇത്ര വരാനും പാടില്ല. അതിനിടയിലുള്ളതായിരിക്കണം എന്ത്? കല്ലുകൾ. അങ്ങനെയുള്ളതായ കല്ലുകളാണ് എടുക്കേണ്ടത്. വലിയ കല്ലുകളല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. അങ്ങനെ അതിനെ എറിയുമ്പോൾ ഓരോ കല്ലെറിയുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ എറിയണം. തൽബിയത്ത് അപ്പോൾ അവസാനിക്കും. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തൽബിയത്തിലാണ്. 8-ന് ഇഹ്റാം ചെയ്തത് മുതൽ തൽബിയത്തിലാണ്, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ അഖബയിൽ എറിയുന്നത് മുതൽ പിന്നീട് എന്താണ്? തക്ബീറാണ്. പെരുന്നാൾ ദിവസമായി പിന്നീട് തക്ബീറുകളാണ് എന്ത് ചെയ്യേണ്ടത്? ചൊല്ലേണ്ടത്. മത്താ യുംകിനു അൻ യർമിയ ജംറത്തുൽ അഖബ. ജംറത്തുൽ അഖബയിൽ എറിയാൻ സാധ്യമാവുന്ന എപ്പോഴാണ്? അതിന്റെ സമയം ഏതാണ്? യംബഗി അൻ യർമിയ ജംറത്തുൽ അഖബ ബഅദ തുലൂഇ ശംസി. സൂര്യൻ ഉദിച്ച ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? എറിയേണ്ടത്. വലഹു അൻ യർമിയഹ ബഅദ സവാൽ. ഉച്ചയ്ക്ക് ശേഷവും എറിയൽ അനുവദനീയമാണ്. വലൗ ഇലൽ ലൈലി. രാത്രിയിലേക്ക് നീണ്ടാലും കുഴപ്പമില്ല. ഇദാ വജദ ഹർജൻ ഫീ റമിഹ ഖബ്ല സവാൽ. സവാലിന് മുമ്പ്, ഉച്ചക്ക് മുമ്പ് എറിയലാണ് ഏറ്റവും നല്ലത്. എന്നാൽ അതിന് സാധിക്കുന്നില്ല, നല്ല തിരക്കാണ്. അങ്ങനെയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷം പോകുന്നതിനും രാത്രിയായാലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല. രാവിലെ തന്നെ എറിയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. 102ാമത്തെ ചോദ്യം, മത്താ യഹില്ലു ലിൽ മുഹരിമി മാ കാന മംനൂഅൻ അലൈഹി. എപ്പോഴാണ് ഇഹ്റാമിൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ അവന് അനുവദനീയമായി തീരുന്നത്? എപ്പോഴാണ്? മുഹരിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പെരുന്നാൾ ദിവസം പ്രധാനപ്പെട്ട 4 കർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതില് വിരമിക്കുന്നതുമായി ഒരു കർമ്മത്തിന് ബന്ധമില്ല. അതായത് അറവിന് ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല. അതല്ലാത്ത പിന്നെ എത്ര കർമ്മമുണ്ട്? പെരുന്നാൾ ദിവസം 3 കർമ്മമാണ്. എറിയല്, അതേപോലെ തന്നെ മുടി കളയൽ, പിന്നീട് തവാഫ്, സഅയ്. ഈ 3 കർമ്മം. ഈ 3 കർമ്മങ്ങളിൽ ഏതെങ്കിലും 2 ചെയ്താൽ അവൻ 1ാമത്തെ തഹല്ലുൽ പൂർത്തിയാകും. ഈ 3 കർമ്മങ്ങളിൽ ഏതെങ്കിലും 2 ചെയ്താൽ എന്തായി? 1ാമത്തെ തഹല്ലുൽ, വിരമിക്കൽ സാധ്യമാകും. അപ്പൊ ഒരാൾ ആദ്യം അഖബയിൽ വന്ന് കല്ലെറിഞ്ഞു, മുടി കളഞ്ഞു, സ്വാഭാവികമായിട്ടും എന്തായി? അവൻ 1ാമത്തെ തഹല്ലുൽ പൂർത്തിയായി. 1ാമത്തെ തഹല്ലുൽ പൂർത്തിയായി കഴിഞ്ഞാൽ അവന് ഇഹ്റാമിൽ നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ്. ഇല്ലന്നിസ, ഭാര്യമാരൊഴികെ. ഭാര്യമാരുമായുള്ള ബന്ധമൊഴികെ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ എന്തായി? അനുവദനീയമായി. ഇതാണ് ഉലമാക്കളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ശരിയായ അഭിപ്രായം. ജംറത്തുൽ അഖബയിൽ എറിയൽ കൊണ്ട് മാത്രം എന്ത് ചെയ്യും? അനുവദനീയമാകും എന്ന അഭിപ്രായപ്പെട്ടവരുമുണ്ട്. മുസന്നിഫ് റഹിമഹുല്ല ആ അഭിപ്രായമാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മുടി കഴിഞ്ഞതിന് ശേഷം ചെയ്യലാണ് കുറച്ചുകൂടി സൂക്ഷ്മത. ഇനി എവിടെയാണ് ഹജ്ജി തന്റെ ബലിമൃഗത്തെ അറുക്കേണ്ടത്? എവിടെയാണ് അറുക്കേണ്ടത്?
യുസന്നു അൻ യദ്ബഹ ഹദിയഹു ബിനഫ്സി, ഹദിയ സ്വന്തം അറക്കലാണ് സുന്നത്ത്. വയജൂസു ലഹു അൻ യുവക്കിൽ, മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുക എന്നുള്ളതും അനുവദനീയമാണ്. പക്ഷെ കാബയുടെ മക്കയുടെ ഹറമിന്റെ പരിധിയിലായിരിക്കണം അറവ് നടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹർതു ഹാഹുന വമിന കുല്ലുഹാ മൻഹർ, ഞാൻ ഇവിടെയാണ് അറുത്തത്, മിന മുഴുവനും അറവിനുള്ള സ്ഥലമാണ്. ഫൻഹറു ഫീ റിഹാലിക്കും, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എവിടെയാണോ നിങ്ങൾ ടെൻഡടിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ അറുത്തുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വകുല്ലു മിനൻ മൻഹർ, മറ്റൊരു ഹദീസിൽ കാണാം മിന മുഴുവനും അറവിനുള്ള സ്ഥലമാണ്. വകുല്ലു ഫിജാജി മക്കത മൻഹർ, അതേപോലെ തന്നെ മക്കയുടെ ഓരോ അതിർത്തികളും എന്താണ്, മക്കയുടെ ഉള്ളിലുള്ള ഏത് പ്രദേശവും എന്താണ്, അറക്കാറുള്ള സ്ഥലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മക്കയിൽ എവിടെ അറുത്താലും മതിയാകുന്നതാണ് എന്നതാണ്. സാധാരണ നാം സ്വയം അറുക്കുക എന്നുള്ളത് പ്രയാസമായ കാര്യമാണ്. അതുകൊണ്ട് സാധാരണ എന്താണ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് വക്കാലത്ത് ഏൽപ്പിക്കുകയാണ്. വിശ്വസ്തരായ അവിടെയുള്ളതായ ചില ബാങ്കുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അവരെന്ത് ചെയ്യുന്നു, വളരെ വിശ്വസ്തമായിട്ട് തന്നെ അത് പൂർത്തീകരിക്കുന്നതാണ് സാധാരണ ചെയ്തു വരുന്നത്. ഇനി മാ ഹുക്മു ഹദി തമത്തുഇ വൽ ഖിറാൻ, മുതമത്തിന്റെയും ഖിറാൻകാരന്റെയും മുഖരിനിന്റെയും ഹദിയിന്റെ വിധി എന്താണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. മുഫരിദിന് മാത്രമാണ് അറവ് നിർബന്ധമല്ലാത്തത്, ഹജ്ജ് മാത്രം ചെയ്യുന്നയാൾ. തമത്തു ആയി ആദ്യം ഉംറ നിർവഹിച്ച് അവിടെ താമസിച്ച് പിന്നീട് ഹജ്ജ് ചെയ്യുന്നവനും രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുന്ന മുഖരിനും നിർബന്ധമായും ചെയ്തിരിക്കണം, ബലികർമ്മം ചെയ്തിരിക്കണം എന്നുള്ളതാണ്, അത് നിർബന്ധമാണ്. 105-ാമത്തെ ചോദ്യം, മാഹിയൽ ഹിക്മത്തു മിന തവാഫി വസ്സഈ വൽ വുഖൂഫി വറമിയിൽ ജിമാരി വൽ ഹദി, ഈ പറയുന്ന തവാഫ്, സഈ, അതുപോലെ അറഫയിൽ നിൽക്കൽ, ജംറകളിൽ എറിയൽ, അറവ്, ഇതിന്റെ എല്ലാം പിന്നിലുള്ളതായ ഹിക്മത്ത് എന്താണ്, യുക്തി എന്താണ്? അതിനുത്തരം മിൻ അഅ്ദമിൽ ഹിക്ം, അത് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തത്വങ്ങൾ ഇദ്ഹാറു തൗഹീദി ലില്ലാഹി തബാറക വ തആല, ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ഏകത്വത്തെ വെളിപ്പെടുത്തുക, അതിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രകടിപ്പിക്കലാണ് എല്ലാ സ്ഥലത്തും. അള്ളാഹ് എന്തു പറയുന്നു അത് ഞാൻ ചെയ്യുന്നു, അള്ളാഹുവിനനുസരിക്കാൻ സന്നദ്ധനാണ്. അള്ളാഹുവിന് മാത്രമാണ് എല്ലാ ഇബാദത്തുകളും. അള്ളാഹു ഏത് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ഞാൻ സന്നദ്ധനുമാണ്. രണ്ടാമത്തെ ഇദ്ഹാറുൽ മുതാബഅത്തി ലിന്നബിയിൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റുന്നതിന് വെളിപ്പെടുത്തലാണ്. നബി പറഞ്ഞത് ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ്. കല്ലെറിയാൻ പറയുന്നു, ഞാൻ എറിയുന്നു. തവാഫ് ചെയ്യാൻ പറയുന്നു, തവാഫ് ചെയ്യുന്നു. രാത്രിയിൽ മിനയിൽ താമസിക്കാൻ പറയുന്നു, മുസ്ദലിഫിൽ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടോ അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള ഒരു ബോധമുണ്ടാക്കലാണ്. മറ്റൊന്ന് തശ്രീഉല്ലാഹി ലിഹാദിഹിൽ ഇബാദത്തി മിന്നത്തുൻ മിൻഹു തബാറക വ തആല അലാ ഇബാദിഹി അൻ ജഅല ലഹും തുറുഖൻ യതഖറബൂന ബിഹാ ഇലൈഹി ജല്ല ഫി ഉലാ വശറഅ ലഹും മാ ബിഹി യതഖറബൂന ഇലൈഹി സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകൾ നമുക്ക് നിയമമാക്കിയത് അവൻ നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. വ്യത്യസ്തങ്ങളായ ഇങ്ങനെയുള്ള ഇബാദത്തുകളിലൂടെ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ സാധിക്കും, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അതിന് നാം എന്ത് ചെയ്യുന്നു, ചെയ്യുന്നതിലൂടെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണത്. ഈ കർമ്മങ്ങളിലൂടെ നാം അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു, ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് അടുക്കുന്നു. ഒരു ഹദീസിൽ കാണാം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇല തവാഫു ബിൽ ബൈത്തി, കഅബയെ തവാഫ് ചെയ്യുന്നത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വബൈന സഫ വൽ മർവ, അതുപോലെ സഫാ മർവയിലുള്ള സായും, വറമിയുൽ ജിമാർ, ജംറകളിൽ കല്ലെറിയുന്നതും, ലിഇഖാമത്തി ദിക്രില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ദിക്റിനെ നിലനിർത്താനാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക, അവനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഏറ്റവും പ്രഥമമായ യുക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. മറ്റൊന്ന് ثم إن الهدي على وجه الخصوص فيه مزية أخرى, ബലികർമ്മം നടത്തുന്നത് അതിന് പ്രത്യേകമായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അത് അന്നൽ അബ്ദ യുദ്ഹിറു ശുക്റല്ലാഹി തബാറക വ തആല, ഒരു അടിമ അല്ലാഹുവിനുള്ള നന്ദി രേഖപ്പെടുത്തലാണ്. അലാ അൻ യസ്സറ ലഹു അദാ ഹാദിഹിൽ ഇബാദത്തിൽ അദീമ, ഈ മഹത്തായ ഇബാദത്ത് അല്ലാഹു തനിക്ക് എളുപ്പമാക്കി തന്നു എന്നുള്ളതിനുള്ള നന്ദി രേഖപ്പെടുത്തലാണ്. വയസ്സറല്ലാഹു ലഹു ദാലിക ഹൈസു ജമഅ അല്ലാഹു ലഹു ഫീ സഫറത്തിൻ വാഹിദ ബൈനൽ ഉംറത്തി വൽ ഹജ്ജ്, ഒരേ യാത്രയിൽ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് എളുപ്പം ചെയ്തു തന്നു. ജാഹിലിയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഹജ്ജിന്റെ വേളയിൽ എന്തില്ല, ഉംറ ഉണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിന് അല്ലാഹു എന്ത് ചെയ്തിരിക്കുകയാണ്, എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ഒരാൾക്ക് ഒരേ യാത്രയിൽ തന്നെ ഹജ്ജും ഉംറയും ചെയ്യാം.
അതുകൊണ്ട് തന്നെ ഈ നിഅമത്തിന്, അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് അതിലുണ്ട്. അതേപോലെ വായിവൻ ഇഖ്തിദാഉ ബി നബിയില്ലാഹി ഇബ്രാഹിം മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എല്ലാം പിൻപറ്റുക എന്നുള്ളതും എന്തുണ്ട്, ഈ ബലികർമ്മത്തിലുള്ളതായ ഒരു ഹിക്മത്താണ്. 106-ാമത്തെ ചോദ്യം, മത്താ യൻതഹി വഖ്തു ദബ്ഹി, ദബ്ഹിന്റെ സമയം അവസാനിക്കുന്നത് എപ്പോഴാണ്? വഖത്തിന്റെ ദബ്ഹിന്റെ അറവിന്റെ സമയം അത് ഇമാമ് പെരുന്നാൾ ദിവസം ഇമാമ് നമസ്കരിക്കുന്നത് മുതൽ, നമസ്കാരം അവസാനിക്കുന്നത് മുതൽ തുടങ്ങി ദുൽഹിജ്ജ 11, 12, 13 വരെയും അതിന്റെ സമയം നീണ്ടു കിടക്കുന്നുണ്ട്. അതായത് 4 ദിവസങ്ങൾ. വഹുവ റാബിഉ അയ്യാമിൽ ഈദ്, അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ 4-ാമത്തെ പെരുന്നാൾ അതുവരെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അയ്യാമി തശ്രീഖ് ദബ്ഹുൻ, അയ്യാമു തശ്രീഖിന്റെ എല്ലാ ദിവസങ്ങളിലും എന്തുണ്ട്, അറവ് അനുവദനീയമാണ്. അതായത് വഖ്തുൽ ലിദ്ബ്ഹി, അറുക്കാനുള്ള സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഹദിയ അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭക്ഷിക്കൽ അനുവദനീയമാണോ? അങ്ങനെ അറുക്കുന്നത് എന്ത് ചെയ്യാം, ഭക്ഷിക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. വയജൂസു അൻ യതസവ്വദ മിൻഹു ഇലാ ബലദി, വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്ന് കുറച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകലും അനുവദനീയമാണ്. വലഹു അൻ യുത്ഇമഹു കുല്ല, മുഴുവനും ആളുകൾക്ക് ഭക്ഷിക്കുക എന്നുള്ളതും അനുവദനീയമാണ്, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇത് ഹാജി അറുക്കുന്ന ഹദിയിന്റെ കാര്യത്തിലാണ്. അതായത് മുത്തമത്തിയും മുക്കരിനും ഹദി നിർബന്ധമാണ്, ആ ഹദിയിന്റെ കാര്യത്തിലാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞുകൊണ്ട് ഫകുലു മിൻഹാ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക, ആവശ്യക്കാരായ ഫക്കീറിനും മറ്റുമൊക്കെ എന്ത് ചെയ്യുക, വിതരണവും ചെയ്തു കൊള്ളുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വലാ യജൂസു റമിയുൽ ഹദി, ഈ ഹദിയ് വേസ്റ്റാക്കി കളയുക എന്നുള്ള അനുവദനീയമല്ല. അർത്ഥ മാംസങ്ങൾ കളയുക എന്നുള്ളത് അനുവദനീയമല്ല. അത് സമ്പത്ത് എന്ത് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളത് അതിലുണ്ട്. അതേപോലെ തന്നെ ഒരാൾ അറക്കുകയാണ്, അറുക്കുന്നത് ഈ ഹദിയല്ല അറക്കുന്നത്, പിന്നെയോ അവർ അറുക്കുന്നത് ഏതെങ്കിലും കഫാറത്താണ്, വാജിബുകൾ ഉപേക്ഷിച്ചതിനു വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും മഹ്ദൂറുകൾ, നിഷിദ്ധങ്ങൾ ചെയ്തതിനു വേണ്ടിയിട്ടുള്ള കഫാറത്താണ്. അങ്ങനെയാണ് എങ്കിൽ ഫലാ യജൂസു ലഹു അൻ യഅകുല മിൻ, അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, മറ്റുള്ളവർക്ക് അവൻ ഭക്ഷിപ്പിക്കേണ്ടതുണ്ട്. ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഹദിയ എന്ന് പറയുന്നത് അത് എന്താണ്, പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നതാണ് എന്നൊരു തെറ്റിദ്ധാരണ പരക്കെ വ്യാപകമായിട്ടുണ്ട്. അതായത് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് മീഖാത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ മുത്തമത്തിയായ ഒരാൾ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നത് കൊണ്ട് അതിന് പ്രായശ്ചിത്തമായിട്ടാണ് ഇത് അറുക്കുന്നത്, അതുകൊണ്ട് ഇത് ഭക്ഷിക്കാൻ പാടില്ല എന്നെല്ലാം വലിയ തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാം അവർക്ക് അതിൽ നിന്ന് പണം വാങ്ങുന്നത് അലാഹി എന്ന പേരിലാണ്. ചില ആളുകൾ പ്രചരിപ്പിക്കും, ഇത് ഉളഹിയത്താണ്, അല്ലാതെ എന്തില്ല, ഹജ്ജിന്റെ അറിവല്ല, മുത്തമത്തി അറുക്കേണ്ട ഫിദിയ ഇതല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും. അതെല്ലാം തെറ്റിദ്ധാരണ. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പണം അവിടെ ഒരു റെസിപ്റ്റ് നൽകും അവര്, അതിൽ വ്യക്തമായിട്ട് അൽ ഹദിയ് എന്ന് എഴുതിയിട്ടുണ്ട്. ഉളഹിയത്തിന് വേറെ റെസിപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിദിയക്ക് വേറെ അതുണ്ട്. ഈ ഹദിയ ആണ് നമ്മൾ സാധാരണ ഗവൺമെന്റിൽ അടയ്ക്കുന്ന പണം. അതുകൊണ്ട് അതിൽ എന്ത് ചെയ്യേണ്ടതില്ല, ആളുകൾ സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല. അത് ഹദിയ തന്നെയായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അറുക്കുന്നത്. അല്ലാത്ത മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ പ്രത്യേകം സൂചിപ്പിച്ചാൽ അതെന്ത് ചെയ്യും, അത് ചെയ്യുകയും ചെയ്യും. ഇനി മാ നൗഉൽ ഹദി, ഹദിയിന്റെ ഇനം എന്താണ്, എന്തിനെയാണ് ഇങ്ങനെ ബലി അറുക്കേണ്ടത്? ബലി അറുക്കേണ്ടത് നാൽക്കാലി മൃഗങ്ങളെയാണ്, അതായത് ആട്, മാട്, ഒട്ടകങ്ങളെയാണ്. ആടുകളിൽ നിന്ന് മാസും വൗനുമാകാം, കോലാടും നെയ്യാടും. നമ്മുടെ നാടുകളിലുള്ള സാധാരണ ആടിനാണ് കോലാട് എന്ന് പറയുന്നത്, മറ്റേത് നെയ്യാടാണ്. ഇത് അറുക്കൽ എന്താ, ഇതിനെയാണ് അറുക്കേണ്ടത്. ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ ഒരാൾക്ക് ഒന്നിന് അറുക്കേണ്ടതുണ്ട്. പശുവും ഒട്ടവുമാണ് എങ്കിൽ എന്ത് ചെയ്യാം, 7 ആളുകൾക്ക് കൂടി ഒന്നിന് അറുക്കാവുന്നതാണ്. ഇങ്ങനെ അറുക്കുന്ന ഹദിയിൽ ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ എന്താണ്? അത് സ്വഹീഹാകണമെങ്കിൽ ചില നിബന്ധനയുണ്ട്. ഒന്നാമത്തേത് അതിന്റെ വയസ്സെത്തിയിരിക്കണം, നിർബന്ധമായ. കോലാടാണ് എങ്കിൽ അതിന് സാധാരണ 1 വയസ്സ് പൂർത്തിയായതായിരിക്കണം. നെയ്യാടാണ് എങ്കിൽ അതിന് 1/2 വയസ്സ്, അതായത് 6 മാസം പൂർത്തിയായതാണെങ്കിൽ അതിനെ അറുക്കൽ മതിയാകുന്നതാണ്. പശുവാണ് എങ്കിൽ 2 വയസ്സ് പൂർത്തിയായ പശുവായിരിക്കണം, പശുവർഗത്തിൽപ്പെട്ടതാണ് എങ്കിൽ. ഒട്ടകമാണ് എങ്കിൽ
5 വയസ്സുമാണ് അറവിന് ഉള്ളതായ വയസ്സ്. അതല്ലാത്ത അതിനുള്ള താഴെ ഉള്ളതാണ് എങ്കിൽ എന്താവുകയില്ല, അറവ് സ്വഹീഹാവുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധന, പ്രകടമായ ഐബുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായ മൃഗങ്ങളായിരിക്കണം. പ്രകടമായി എന്തെങ്കിലും ന്യൂനതകൾ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതെന്താണ്, പാടില്ലാത്തതാണ്. നല്ല മുടന്തുള്ളതോ അതല്ലെങ്കിൽ വളരെയധികം മെലിഞ്ഞതോ ഏതെങ്കിലും പ്രകടമായി കാണുന്ന മറ്റുള്ള രോഗങ്ങളോ ഒക്കെ ഉള്ളതാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ അറുക്കാൻ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ മുന്തിയ, നല്ല തടിച്ച, ഏറ്റവും ഭംഗിയുള്ള ഇതിനെ അറുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠവുമാണ്. എന്നാൽ പ്രകടമായ രോഗങ്ങളുള്ളതിനെ അറുക്കുക എന്നുള്ളത് പാടില്ലാത്തതുമാണ്. ഒരാൾക്ക് ഹദിയ ലഭിച്ചില്ല, ഒന്നുകിൽ അവന് പണമില്ല, ഹദിയ നിർബന്ധമാണ് മുത്തമത്തേനും കാര്യനും, ഒന്നുകിൽ അവന്റെ കയ്യിൽ പണമില്ല, അതല്ലെങ്കിൽ അവൻ അറുക്കാൻ മൃഗത്തെ ലഭിച്ചില്ല, എന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെയാണെങ്കിൽ ഫഅലൈഹി അൻ യസൂം, അവൻ നോമ്പനുഷ്ഠിച്ചാൽ മതിയാകുന്നതാണ്. എങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്? ഹജ്ജിന്റെ ദിവസങ്ങളിൽ 3 നോമ്പനുഷ്ഠിക്കണം, തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 7 നോമ്പും അനുഷ്ഠിക്കണം. ഇങ്ങനെ 10 നോമ്പുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ അനുവദനീയമാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും അവർക്ക് നോമ്പ്, സാധാരണ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഹദിയ കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് 3 ദിവസം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹജ്ജിന്റെ ദിവസങ്ങൾ നോമ്പെടുക്കേണ്ടതുണ്ട്. അപ്പൊ അവനെന്ത് ചെയ്യാം, ഈ പറയുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് അൽ ഹൽഖു വത്തഖ്സീർ. അപ്പോ ജംറയിൽ എറിഞ്ഞു പെരുന്നാൾ ദിവസം, ജംറത്തുൽ അഖബയിൽ മാത്രം 7 കല്ലുകൾ എറിഞ്ഞു, അറവാണ് രണ്ടാമത്തെ, അതും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അൽ ഹൽഖു വത്തഖ്സീർ, മുടി കളയുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു ഇഹ്റാമിലുള്ളയാൾ തന്റെ മുടി മുണ്ടനം ചെയ്യേണ്ടത്? ജംറത്തുൽ അഖബയിൽ എറിഞ്ഞാൽ ജാസ ലഹു അൻ യുഹലിഖ റഅസഹ, അവന്റെ തല മുണ്ടനം ചെയ്യൽ അനുവദനീയമാണ്. വൽ ഹൽഖു അഫ്ളൽ, അങ്ങനെ ഹൽഖ് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, തല മുണ്ടനം ചെയ്യുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. സ്വഹാബികൾ പറഞ്ഞു, വൽ മുഖസ്സിരീൻ യാ റസൂലല്ലാഹ്, മുടി കുറച്ചവർക്കും എന്ന് പറയും നബിയെ. വീണ്ടും നബി പറഞ്ഞു റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, വീണ്ടും സ്വഹാബികൾ പറഞ്ഞു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്. വീണ്ടും നബി പറഞ്ഞു റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്. അപ്പൊ നബി പറഞ്ഞു നാലാമതായിട്ട് എന്താ, വൽ മുഖസ്സിരീൻ, മുടി കുറച്ച ആളുകൾക്ക്. അപ്പൊ മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഏറ്റവും ശ്രേഷ്ഠമായ രീതി. ഇനി എന്ത് ചെയ്യും, ചില ആളുകൾ ഹജ്ജിന് തൊട്ട് മുമ്പായിരിക്കും ചെല്ലുന്നത്. അപ്പൊ തമത്തുആയി ഹജ്ജ് ചെയ്യുന്ന ഒരാൾ അവിടെ ചെന്ന് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ തല മുണ്ടനം ചെയ്താൽ പിന്നെ ഹജ്ജിന് ചിലപ്പോൾ എന്തുണ്ടാവില്ല, മുടി ഉണ്ടാവുകയില്ല മുണ്ടനം ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുത്തമത്തി ഉംറ നിർവഹിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, മുണ്ടനം ചെയ്യുന്നതിന് പകരം മുടി ചുരുക്കിയാൽ മതി. കാരണം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളതെങ്കിൽ ചുരുക്കിയാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, ഹജ്ജിന്റെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുമ്പോൾ മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ല ഇടയിൽ ഒരു 15-20 ദിവസങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യാം, മുണ്ടനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഫ്ളൽ. എങ്ങനെയാണ് തല മുണ്ടനം ചെയ്യേണ്ടത്? ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, സ്വയം ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ഒരാൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇതെല്ലാം ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന ചില മേഖലകളാണ്. ഒരാൾക്ക് സ്വയം വേണമെങ്കിൽ എന്ത് ചെയ്യാം, തലമുണ്ടനം ചെയ്യാം. അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്തു കൊടുക്കാം. കാന മുഹരിമൻ ഔ ഹലാലൻ, അവൻ ഇഹ്റാമിലുള്ളവനാകട്ടെ അല്ലാത്തവനാകട്ടെ വേറൊരാളുടെ മുടി നീക്കം ചെയ്യുന്നതിന് കുഴപ്പമില്ല. മുടി എടുക്കാൻ പാടില്ല എന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇഹ്റാമിലാണ്, അതുകൊണ്ട് വേറൊരാളുടെ മുടി എനിക്ക് എടുക്കാൻ പാടില്ല എന്ന് തെറ്റിച്ചിട്ട് അത് പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, അത് കുഴപ്പമില്ല. വസുന്നത്തു അൽ ബദഉ ബിൽ യമീൻ, വലതു ഭാഗം കൊണ്ട് ആരംഭിക്കലാണ് സുന്നത്ത്. വയംബഗി അൻ യകൂന അൽ ഹൽഖു വ തഖ്സീറു ലിഉമൂമി റഅസ്, തല മുഴുവനും മുണ്ടനം ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യൽ അനിവാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതാണ്. ലാ ലി ബഅദി റഅസ്, തലയുടെ ഏതെങ്കിലും ഭാഗമല്ല ചെയ്യേണ്ടത്. സുമ്മൽ ഹൽഖു ഖാസും ബിൽ റിജാൽ, മുണ്ടനം ചെയ്യേണ്ടത് പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കൽ മാത്രമാണ്. ലൈസ അലൻ നിസാഇ ഹൽഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടതില്ല, തലമുണ്ടനം ചെയ്യേണ്ടതില്ല. ഇന്നമ അലൻ നിസാഇ അത്തഖ്സീർ, സ്ത്രീകൾ എന്ത് ചെയ്യുക, ചുരുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ മുടി മുഴുവനായിട്ടും കൂട്ടിപ്പിടിക്കുക, അവസാനം എന്ത് ചെയ്യുക, ഒരു വിരലിന്റെ അവസാനത്തെ ഉന്മുലത്ത്, അതിന്റെ അവസാനത്തെ മടക്ക്
അതിന്റെ വലിപ്പത്തിന് മുറിച്ചു കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോ പെരുന്നാൾ ദിവസം ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു, ശേഷം ഹദിയ് സ്വാഭാവികമായിട്ടും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും? അത് നിർവഹിച്ചുകൊള്ളും. അതിൽ ബേജാറാക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ടേ മുടി കളയാവോ എന്നുമില്ല. എന്ത് ചെയ്യാം? നമുക്ക് മുടി കളയാം. മുടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള കർമ്മം ഹജ്ജിന്റെ പ്രധാനപ്പെട്ട തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. തവാഫ് സായിയുമാണ്. മത്താ വഖതു തവാഫിൽ ഇഫാദ, ഇഫാദത്തിന്റെ തവാഫിന്റെ സമയം എപ്പോഴാണ്? യുസന്നു ബഅദ റമി ജംറത്തിൽ അഖബ, അഖബയിൽ എറിഞ്ഞതിന് ശേഷമാണ് സുന്നത്ത്. വദ്ദബ്ഹി അവി നഹർ, അതേപോലെ തന്നെ അറവിനും ശേഷമാണ് സുന്നത്ത്. വൽ ഹൽഖി അവി തഖ്സീർ, അതേപോലെ തന്നെ തലമുണ്ടനവും മുടി മുറിക്കുകയും ചെയ്തതിനു ശേഷമാണ് സുന്നത്ത്. ഈ 3 കർമ്മങ്ങൾക്കും ശേഷം അവസാനം ചെയ്യലാണ് സുന്നത്ത്. അൽ ദിഹാബു ഇലാ മക്കാല തവാഫിൽ ഇഫാദ, ഇതിനെല്ലാം ശേഷം മക്കയിലേക്ക് തവാഫുൽ ഇഫാദയ്ക്ക് വേണ്ടി പോവുക എന്നുള്ളതാണ് സുന്നത്ത്. വൽ അഫ്ളലു അൻ യസീറ ഇല തവാഫി, ഏറ്റവും ശ്രേഷ്ഠമായത് ഇങ്ങനെ തവാഫിന് വേണ്ടി പോകൽ. വഖദ് ലബിസ, അവൻ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി, വതതഹറ വതതയ്യബ്, നല്ല ശുദ്ധിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധമെല്ലാം പൂഷിക്കൊണ്ടു പോകലാണ് അഫ്ളൽ. ഫയസ്ആ സഅയൽ ഹജ്ജ്, എന്നിട്ട് ഹജ്ജിന്റെ സായും ചെയ്യുക. വഹുവ അലാ കാമിലി തഹാറതിഹി, തഹാറതി വ അഹ്സന ഹയ്യത, നല്ല രൂപത്തിൽ നല്ല ശുദ്ധിയായ രൂപത്തിൽ എന്ത് ചെയ്യുക? നിർവഹിക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മുസ്ദലിഫയിൽ നിന്ന് പ്രഭാതത്തിൽ രാവിലെ എന്ത് ചെയ്യുന്നു? നേരെ ജംറത്തുൽ അഖബയിൽ പോയി അവിടെ എറിയുന്നു. സമയോ? അപ്പോ ഹജ്ജിന്റെ തവാഫിന്റെ സമയം ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ് അറവ് പൂർത്തിയായി മുടി മുറിച്ചതിന് ശേഷം അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതും ഏറ്റവും നല്ല രൂപത്തിൽ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോ എന്ത് ചെയ്യുന്നു? മുസ്ദലിഫയിൽ നിന്ന് നേരെ പോകുന്നത് ജംറത്തുൽ അഖബയിലേക്കാണ്. അതാണ് ഏറ്റവും നല്ലത്. പല ആളുകളും പല വർഷങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കൽ, ഓരോ വർഷവും ധാരാളം ഇങ്ങനെ എന്ത് ചെയ്യും? തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കും. അതിന്റെ പേരിൽ തന്നെ ആളുകൾ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്യും. മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഭാണ്ഡങ്ങൾ കയ്യിലുണ്ടാവും, ബാഗുകളും മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ ആളുകൾ പൊതുവെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഖബയിൽ എറിയാൻ പോകുമ്പോൾ ആരുടെ കയ്യിലും ബാഗ് ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും മുസ്ദലിഫയിൽ നിന്ന് വരുമ്പോൾ എന്തുണ്ട്? ബാഗുണ്ട്. അപ്പൊ ഇത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പിന്നെ മിനയിലേക്ക് പോകും. അങ്ങനെ മിനയിൽ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ആ ദിവസം നല്ല തിരക്കായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൂടെ നടന്നു പോകാൻ സാധിക്കുകയില്ല. നല്ല രീതിയിൽ ചുറ്റിക്കറങ്ങി പല സ്ഥലത്തു കൂടെ കറങ്ങി മിനയിൽ വരുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്യാൻ പോകുന്നു? എറിയാൻ പോകുന്നു. ഇങ്ങനെ വലിയ കഷ്ടപ്പാടുകൾ ആളുകൾ സഹിക്കും. ചെറിയ ബാഗുകൾ കയ്യിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. പഴയ കാലത്ത് ചിലപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ വിശാലമായ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് സാധാ രീതിയിലുള്ള ബാഗ് പാക്കുകളാകട്ടെ മറ്റോ കയ്യിൽ വെച്ചുകൊണ്ട് സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാവരും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് തടസ്സം പറയലുമില്ല. അപ്പൊ നേരെ മുസ്ദലിഫയിൽ നിന്ന് എന്ത് ചെയ്യുക? ജംറയിൽ പോയിട്ട് ട്രെയിൻ ഇറങ്ങുക. മിന 3ാമത്തെ സ്റ്റേഷനാണ് ജംറ എന്ന് പറയുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരെ എറിയുക എന്നുള്ള കർമ്മം പൂർത്തിയാക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബാഗ് വെക്കാൻ അവൻ എന്ത് ചെയ്യട്ടെ? മിനയിലെ ടെന്റിലേക്ക് പോകട്ടെ. എന്നിട്ട് കുളിച്ച് നല്ല വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? തവാഫിന് വേണ്ടിയിട്ട് കഅബയിലേക്ക് പോവുക. ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഹൽ യുസല്ലി അയ്ലൻ ഖൽഫൽ മഖാം, അങ്ങനെ തവാഫ് ചെയ്തു കഴിഞ്ഞാൽ തവാഫ് ചെയ്യേണ്ട രൂപങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷം പിന്നീട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കേണ്ടതുണ്ടോ? അതെ, പിന്നെയും എന്ത് ചെയ്യണം? ഏത് തവാഫ് ചെയ്താലും 2 റക്അത്ത് പിന്നീട് നമസ്കരിക്കൽ സുന്നത്താണ്. അപ്പോ എന്ത് ചെയ്യേണ്ടതുണ്ട്? 7 ഇതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കണം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2ാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യണം. ഇങ്ങനെ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് അവൻ എന്ത് ചെയ്യുക? സഫയിൽ പോവുക. എന്നിട്ട് സഫാ മർവകൾക്കിടയിൽ ഹജ്ജിന്റെ സായി ചെയ്യുക. തമത്തു ആയി ഹജ്ജ് ചെയ്യുന്നയാൾ എങ്ങനെന്നാലും നിർബന്ധമായിട്ടും ചെയ്യണം. മറ്റു 2 ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുദൂമിന്റെ തവാഫിന് ശേഷം സായി ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല. അപ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യണം? തമത്തു ആയി ആദ്യം ഉംറ നിർവഹിച്ച് തഹല്ലുലായി പിന്നീട് മക്കയിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ സായി നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതല്ലാത്ത മുഖരീനും അതേപോലെ തന്നെ മുഫരിദിനും അവർ മക്കയിലേക്ക് വരുമ്പോൾ ചെയ്ത തവാഫുൽ ഖുദൂമാണ്, സുന്നത്തായതാണ്. അതിനുശേഷം വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം?
ആ തവാഫിനോട് കൂടെ തന്നെ ഒരു സായി ചെയ്യാം, ഈ പറയുന്ന ഹജ്ജിന്റെ സായി. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, പെരുന്നാൾ ദിവസം ചെയ്യേണ്ടതില്ല. അതല്ല എങ്കിൽ പെരുന്നാൾ ദിവസത്തിൽ അവരും എന്ത് ചെയ്യണം, സായി ചെയ്യേണ്ടതുണ്ട്. ഇനി 116-ാമത്തെ ചോദ്യം. ഇതുകൂടി കഴിഞ്ഞ്, ഈ തവാഫ് കൂടി കഴിഞ്ഞാൽ പിന്നീട് ഇഹ്റാമിൽ നിഷിദ്ധമായ ഏതെങ്കിലും കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നീട് ഇഹ്റാമിൽ നിഷിദ്ധമായ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, അവന്റെ മേൽ അവശേഷിക്കുന്നില്ല. അവന് ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടൽ വരെയും എന്തായി മാറി, അനുവദനീയമായി മാറി. ഹജ്ജിന്റെ കർമ്മങ്ങൾ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, 11, 12, 13 ദിവസങ്ങളിലൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. എന്നാലും ഇഹ്റാമിൽ നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും അവൻ എന്തായി മാറി, അപ്പോൾ അനുവദനീയമായി മാറി എന്നുള്ളതാണ്. പിന്നീട് അൽ മബീതു ഫി മിന വറമിയുൽ ജംറാത്തി ഫി അയ്യാമി തശ്രീഖ്. ഇനിയുള്ളത് അയ്യാമു തശ്രീഖിന്റെ രാത്രികളിൽ മിനയിൽ താമസിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ അതിന്റെ പകലുകളിൽ ജംറയിൽ എറിയുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഇനിയുള്ള കർമ്മം. 117 ഹൽ യംബഗി അലൽ ഹാജി അൻ യബീത ബിമിന ലയാലി അയ്യാമി തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ രാത്രിയിൽ ഹാജി മിനയിൽ രാപ്പാർക്കൽ അനിവാര്യമാണോ? അതെ, അനിവാര്യമാണ്. യജിബു അൻ യബീത അൽ ഹാജ് ഫി മിന. മിനയിൽ രാപ്പാർക്കൽ നിർബന്ധമാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ. എന്നാൽ ചില ആളുകൾക്ക് ചില ഉദറുകളുണ്ട്, ഒഴികഴിവുകളുണ്ട്. ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നതായ സേവകരായ ആളുകൾ ഉണ്ടാവും, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ളതായ ആളുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ രോഗികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഔസാഹിബി ഹാജ, എന്തെങ്കിലും അത്യാവശ്യമായ അനിവാര്യമായ കാര്യങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. വലം യഖ്സുദ് തർക്കൽ മബീതി. അവൻ എന്തുദ്ദേശിക്കുന്നില്ല, ഈ മബീത്ത് ഒഴിവാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, അനിവാര്യമായി എന്തെങ്കിലും പെട്ടുപോയത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫഇന്നഹു ലാ ശൈഅ അലൈഹി, അവൻ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ രാപ്പാർക്കൽ നിർബന്ധമില്ല, അവൻ അതിന്റെ പേരിൽ ഫിദ്യ കൊടുക്കേണ്ടതുമില്ല. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇസ്തഅദന അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ പിതൃവ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തു, അനുമതി ചോദിച്ചു. അൻ യബീത ബി മക്ക ലയാലി മിന. ഈ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മക്കയിൽ ആപ്പാർക്കാനുള്ള അനുമതി ചോദിച്ചു. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയുണ്ട്. അപ്പൊ മക്കയിൽ അതിനുവേണ്ടി പോകാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. ഇനി ഇങ്ങനെ ഉദറുള്ള ആളുകൾ ഫകൈഫ യർമി അൽ ജംറാത്ത്, അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ജംറയിൽ എറിയുക? രാത്രി താമസിക്കൽ എന്തില്ല, നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജംറയിൽ എറിയണത് എങ്ങനെയാണ്? ജംറയിൽ ഇങ്ങനെ ഉദറുള്ള ആളുകൾ അവർക്കും ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. മിനയിൽ രാപ്പാർക്കൽ അവർക്ക് ഇളവുണ്ട്. അതേപോലെ തന്നെ അവർക്ക് എറിയുന്നതിനും 2 ദിവസത്തെ ഏറ് ഒരു ദിവസത്തിൽ എറിയാൻ അവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തെ മേയ്ക്കുന്നതായ ആളുകൾക്ക് യൗമുൻ നഹറിൽ അവരെറിയാൻ അവർക്ക് അനുമതി നൽകി. പെരുന്നാൾ ദിവസം എറിയണം അഖബയിൽ. അതുപോലെ സുമ്മ യജ്മഉ റംയ യൗമൈനി ബഅദ യൗമിൻ നഹരി, പെരുന്നാൾ ദിവസം കഴിഞ്ഞ് 2 ദിവസങ്ങൾ അവര് ഒരുമിച്ച് കൂട്ടാനും അനുമതി നൽകി. ഫയർമൂനഹു ഫി അഹദിഹിമ, രണ്ടാലൊരു ദിവസത്തിൽ എന്ത് ചെയ്യും, അവര് എറിയും. അപ്പൊ ഇതും അവർക്ക് അനുമതി നൽകപ്പെട്ടതാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, വനൻതു അന്നഹു ഖാല ഫിൽ അവ്വലി മിൻഹും, അതിൽ ആദ്യത്തെ ദിവസമാണ് അവർക്ക് എറിയാൻ അനുമതി കൊടുത്തത്. 2 ദിവസത്തെ കൂട്ടിയിട്ട് ആദ്യത്തെ ദിവസം എറിയാൻ കൊടുത്തു. സുമ്മ യർമൂന യൗമൻ നഫരി, അതിനുശേഷം എന്ത് ചെയ്യുന്നു, യൗമുൻ നഫറിൽ അവരെന്ത് ചെയ്യും, എല്ലാവരും പിരിഞ്ഞു പോകുന്ന 3-ാമത്തെ ദിവസവും അവരെറിയും. അപ്പോൾ 3 ദിവസങ്ങൾ എറിയുന്നതിന് പകരം 2 ദിവസമായിട്ട് അവർക്ക് എറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. രാപ്പാർക്കണം എന്ന് പറഞ്ഞു. മിനയിൽ രാപ്പാർക്കുക എന്നുള്ള നിർബന്ധം ഒരാൾക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? അയ്യകൂന ഫീ മിന അക്സറ മിൻ നിസ്ഫിൽ ലൈൽ, രാത്രിയുടെ പകുതിയേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്തു, അവൻ രാത്രി താമസിച്ചവനായി. രാത്രി മുഴുവനും അവിടെ താമസിക്കൽ നിർബന്ധമല്ല. ചില ആളുകൾക്ക് അതിനുള്ള അനുമതിയും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഒരേ ടെന്റിൽ 2 സംഘങ്ങൾ ഉണ്ടാകും. അർദ്ധരാത്രി വരെയും ഒരു വിഭാഗം, വേറെ വിഭാഗം എന്ത് ചെയ്യും, അവിടേക്ക് വരും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ പകുതിയേക്കാൾ മിനയിൽ ഉണ്ടാകണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തായി മാറും, ആ നിർബന്ധം വീടുന്നതാണ്. ഇനി ഒരാൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ആവശ്യങ്ങൾ കാരണം, രോഗം കാരണത്തിൽ കുറച്ച് സമയം ചെലവഴിച്ചാലും അവർക്ക് എന്തായി, അത് നിർബന്ധം വീടും എന്നുള്ളതാണ് ഉലമാക്കൾ നൽകുന്നതായ ഫത്വകൾ. 120-ാമത്തെ ചോദ്യം രോഗമോ അല്ലെങ്കിൽ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. മത്താ യർമി അൽ ജംറാത്ത് അയ്യാമ തശ്രീഖ്, ഇനി പകലുകളിൽ ജംറകളിൽ എറിയണം. അതെപ്പോഴാണ് എറിയേണ്ടത്? യർമി അൽ ജംറാത്ത് അയ്യാമ തശ്രീഖ് കുല്ല യൗമിൻ ബഅദ സവാൽ, നമ്മൾ ആദ്യ ദിവസം പെരുന്നാൾ ദിവസം
ജംറത്തുൽ അഖബയിൽ എറിഞ്ഞത് സൂര്യൻ ഉദിച്ചതിന് തൊട്ടുടനെയാണ്. എന്നാൽ 11, 12, 13 ദിവസങ്ങളിൽ എറിയേണ്ടത് ഉച്ചയ്ക്ക് ശേഷമാണ്. ധാരാളം ആളുകൾ അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ല. എന്താണ് ചെയ്യേണ്ടത്? 11, 12, 13 ദിവസങ്ങളിൽ ളുഹറിന് ശേഷമാണ് ജംറകളിൽ എറിയൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ രാത്രി വേണമെങ്കിൽ എറിയാം, സാധിക്കാത്ത ആളുകൾക്ക്. പക്ഷെ പ്രഭാതത്തിലല്ല എന്ത് ചെയ്യേണ്ടത്, എറിയേണ്ടത്. എത്ര കല്ലുകളാണ് ഈ പറയുന്ന ദിവസങ്ങളിൽ ജംറകളിൽ എറിയേണ്ടത്? യർമി അയ്യാമ തശ്രീഖി കുല്ല ജംറത്തിൻ ബിസബി ഹസയാത്തിൻ. ഓരോ ദിവസങ്ങളിലും ഓരോ ജംറയിലും എന്ത് ചെയ്യണം? 7 കല്ലുകൾ വീതം എറിയണം. അപ്പോ മുഴുവൻ കല്ല് എന്തായി വരും? 2 രീതിയിലാണ് ആളുകൾ ഹജ്ജിൽ നിന്ന് വിരമിച്ചു പോകുന്നത്. ഒന്നുകിൽ മുതഅജ്ജിലായിരിക്കും. മുതഅജ്ജിൽ എന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങളിൽ, അയ്യാമു തശ്രീഖിന്റെ 2 ദിവസങ്ങളിൽ രാപ്പാർത്ത് എറിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അത് അനുവദനീയമാണ് അവർക്ക്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 49 കല്ലുകളാണ് ആകെ എറിയേണ്ടത്. പെരുന്നാൾ ദിവസം 7 കല്ല്, പിന്നെ 11-ന് 3 7 വീതം 21, 12-ാമത്തെ ദിവസവും അങ്ങനെ തന്നെ ഓരോന്നിലും 7 വീതം 21. അപ്പോ എത്ര? 42. പെരുന്നാൾ ദിവസത്തെ 7 കൂട്ടും എത്ര? 49 കല്ലുകളാണ് എറിയേണ്ടത്. എന്നാൽ 3 ദിവസവും അവിടെ താമസിച്ച് കല്ലെറിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 3-ാമത്തെ ദിവസം കൂടി കൂട്ടുമ്പോൾ എത്രയായി? 70 കല്ലുകളാണ് എറിയേണ്ടത്. അപ്പോ അയ്യാമു തശ്രീഖിലെ ഓരോ ജംറകളിലും 7 കല്ല് വീതം എറിയുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം. എങ്ങനെയാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ജംറകളിൽ എറിയേണ്ടത്? അത് ആദ്യം അൽ ജംറത്തുൽ ഊലയിൽ എറിയണം. അതാണ് മിനയോട് അടുത്ത് കിടക്കുന്ന, മസ്ജിദുൽ ഖൈഫിനോട് അടുത്ത് കിടക്കുന്ന ആദ്യം കാണുന്ന ജംറ. അവിടെ 7 കല്ലുകൾ എറിയണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് 7 കല്ലുകൾ എറിയണം. കല്ലുകൾ എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വലിച്ചെറിയുക എന്നുള്ളതില്ല, വലിച്ചെറിയുക എന്നുള്ളതല്ല. എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ എറിയുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ എറിഞ്ഞാൽ മതി. എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഉള്ള ഒരു സ്തൂപം ഉണ്ടാകും. ആ സ്തൂപത്തിൽ കൊള്ളിക്കുക എന്നുള്ളതല്ല, അതിൽ പോയി കല്ല് പതിക്കുക എന്നുള്ളതല്ല നിർബന്ധമായ കാര്യം. അതിന് താഴെയുള്ള ഹൗലിൽ എന്ത് ചെയ്യണം? കല്ല് പതിയുക എന്നുള്ളതാണ് നിർബന്ധം. ചിലപ്പോൾ ആളുകൾ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യും? സ്തൂപത്തിലേക്ക് എറിയും. സ്തൂപത്തിൽ കല്ല് തട്ടിയിട്ട് എന്ത് ചെയ്യും? പുറമേക്ക് തെറിച്ചു പോരും. അവന്റെ ഏറ് എന്ത് ചെയ്തിട്ടില്ല? ശരിയായിട്ടില്ല. ഏറ് ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ചുറ്റുമുള്ള ഹൗലിലേക്ക് എന്ത് ചെയ്തിരിക്കണം? ഈ കല്ല് പതിച്ചിരിക്കണം. എന്നാൽ മാത്രമേ എറിയിൽ ശരിയാവുകയുള്ളൂ. അപ്പോ ഇങ്ങനെ 1-ാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം കുറച്ച് മുന്നിലേക്ക് കയറി നിൽക്കണം. നമ്മൾ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞപ്പോ കഅബ ഇടതുഭാഗത്താകുന്ന രീതിയിലാണ് എറിയൽ സുന്നത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ ജംറത്തുൽ സുഗറയിലും മുസ്തയിലും എറിയൽ അങ്ങനെയല്ല. ഇപ്പൊ ആ പ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾ ആദ്യ ജംറയിൽ എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് കഅബ വലതുഭാഗത്താകുന്ന നിലയിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? എറിയുക 7 എണ്ണം 1-ാമത്തെ ജംറയിൽ. അതിനുശേഷം അവന് സുന്നത്തായ കാര്യം കുറച്ചു നേരം മുന്നോട്ട് കയറി നിൽക്കുക, വലതുഭാഗത്തേക്ക് മുന്നോട്ട് കയറുക. എന്നിട്ട് അവിടെ നിന്ന് ദീർഘമായി ദുആ ചെയ്യുക. ദുആക്ക് ഹജ്ജിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന മറ്റൊരു സന്ദർഭമാണിത്. 1-ാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? നീങ്ങി ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഉത്തരം നൽകപ്പെടുന്ന മറ്റൊരു സന്ദർഭമാണ്. ഇവിടെ ദീർഘമായി ദുആ ചെയ്യുക കഴിയുന്ന സമയത്തോളം. അതിനുശേഷം വീണ്ടും മുന്നോട്ട് കയറി 2-ാമത്തെ വുസ്തയിലെത്തി. അവിടെയും ഇതേ പ്രകാരം തന്നെ കഅബ വലതുഭാഗത്താകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? എറിയുക. എറിഞ്ഞതിന് ശേഷം മുന്നോട്ട് കയറി ഈ 2 ജംറകളുടെ ഇടയിലൂടെ ഇടതുഭാഗത്തേക്ക് എന്ത് ചെയ്യണം? നീങ്ങി നിൽക്കണം. അതിനുശേഷം ഇടതുഭാഗത്തേക്ക് നീങ്ങി നിന്ന് ഇവിടെ നിന്നും ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. ധാരാളം ദീർഘനേരം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്. അതിനുശേഷം പിന്നീട് 3-ാമത്തെ ജംറയായ ജംറത്തുൽ അഖബയിൽ പെരുന്നാൾ ദിവസം എറിഞ്ഞതുപോലെ കഅബ ഇടതുഭാഗത്താകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നിന്ന് എറിയുക. അവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തില്ല? പ്രാർത്ഥനയില്ല. പിന്നെ ഉടനെ എന്ത് ചെയ്യുക? തിരികെ പോവുക എന്നുള്ളതാണ് സുന്നത്ത്. ആദ്യ 2 ജംറകളിൽ എറിഞ്ഞതിന് ശേഷം ദീർഘമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനി 123-ാമത്തെ ചോദ്യം, ഐന യുസല്ലി അസ്സലവാത്തി അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ എവിടെയാണ് നമസ്കരിക്കേണ്ടത്? നമസ്കരിക്കല് മിനയിൽ തന്നെയാണ് 5 നേരവും നമസ്കരിക്കേണ്ടത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുൽ ഖൈഫിൽ നമസ്കരിക്കലാണ്.
മസ്ജിദുൽ ഖൈഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വല്ലാ ഫീ മസ്ജിദിൽ ഖൈഫി 70 നബിയൻ, 70ഓളം നബിമാർ മസ്ജിദുൽ ഖൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രേഷ്ഠമായ ഒരു മസ്ജിദാണ്, അവിടെ നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി നമസ്കരിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു. ഓരോ നമസ്കാരവും അതാത് സമയത്താണ് നമസ്കരിക്കേണ്ടത്. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഖസ്റാക്കേണ്ടതുമുണ്ട്. മുതഅജ്ജിലായ ആൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് 124ാമത്തെ ചോദ്യം. മുതഅജ്ജിൽ നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്യുക, 2 ദിവസങ്ങളിലായിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു പോകുന്ന ആള്, അയ്യാമു തശ്രീഖിന്റെ. അങ്ങനെയുള്ള ആളുകൾ 12-നും 11-നും 12-നും എന്ത് ചെയ്യുക, രാവുകളിൽ അവിടെ താമസിച്ച് 12-ന് ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുക, ജംറയിൽ എറിഞ്ഞ് മിനയുടെ ബോർഡർ കടന്ന് പുറത്തു പോവുക. അതാണ് അവൻ ചെയ്യേണ്ടത്. മിനയുടെ ബോർഡർ കടന്ന് പുറത്തു പോയിട്ടില്ല എങ്കിൽ 13-നും അവിടെ കഴിഞ്ഞ് എന്ത് ചെയ്യണം, രാപ്പാർത്ത് എറിയുക എന്നുള്ള അവന്റെ മേൽ നിർബന്ധമാണ്. ഒരാൾ എന്ത് ചെയ്തു, അങ്ങനെ നേരത്തെ പോകാൻ ഉദ്ദേശിച്ചു, അങ്ങനെ ജംറയിലെല്ലാം എറിഞ്ഞു, അങ്ങനെ യാത്രയായി. പക്ഷെ മഗ്‌രിബിന് മുമ്പ് പുറത്തെടുക്കാൻ സാധിച്ചില്ല, തിരക്ക് കൊണ്ടോ മറ്റോ. എന്നാലും അവനെന്താണ്, പുറപ്പെടൽ അനുവദനീയമാണ് എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ ലക്ഷ്യം വെച്ച് പോയവനാണ്, മറ്റുള്ള ചില കാരണങ്ങളാൽ എന്ത് ചെയ്താണ്, തടസ്സം വന്നതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. 125ാമത്തെ ചോദ്യം, ഇങ്ങനെ 3 ദിവസങ്ങളിൽ ജംറകളിൽ എറിയുകയും മിനയിൽ താമസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ജംറകളിൽ എറിയുന്നതും അതേപോലെ തന്നെ രാപ്പാർക്കിലുമെല്ലാം കഴിഞ്ഞാൽ അവൻ പിന്നീട് മക്കയിലേക്ക് പോവുക. ഇതാണ് ചെയ്യേണ്ടത്. വയുഖീമു ബിഹാ ഹത്താ യഹീന മൗഇദു സഫരിഹി, എന്നിട്ട് യാത്രയുടെ സമയമാകുന്നത് വരെയും അവിടെ താമസിക്കുക. മഅ ലുസൂമി ത്വാഅത്തി വൽ ഇബാദ, അവിടെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവിടെ തന്നെ താമസിക്കുക. മസ്ജിദിൽ നമസ്കരിക്കുന്ന വലിയ പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കുന്നതിന് ഒരു നമസ്കാരത്തിന് 1 ലക്ഷത്തിന്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ തവാഫുകൾ അധികരിപ്പിക്കുക. തവാഫ് ചെയ്യുമ്പോൾ ഓരോ കാലടി വെക്കുമ്പോഴും എന്ത് ചെയ്യുമെന്നാണ്, മൻ ത്വാഫ ബിൽ ബൈത്തി ലം യർഫഅ ഖദമൻ വലം യദ ഇല്ലാ കതബല്ലാഹു ലഹു ഹസന. ഓരോ കാല് വെക്കുമ്പോഴും, ഒന്ന് വെക്കുന്നു ഉയർത്തുന്നു, അപ്പോഴെല്ലാം എന്താണ്, അതിന് ഓരോ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുകയും വയഹുത്തു അൻഹു ഖതീഅ, പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമെന്നാണ്. വകതബ ലഹു ദറജ, അവന്റെ പദവികൾ ഉയർത്തുകയും ചെയ്യും. വമൻ അഹ്സാ ഉസ്ബുഅൻ കാന കഇത്ഖി റഖബ. അതേപോലെ തന്നെ അവൻ എന്ത് ചെയ്യും, ഒരു അടിമമോചനത്തിന്റെ പ്രതിഫലവും ഇത് മുഖേന അവന് നൽകപ്പെടും എന്ന് ചില ഹദീസുകളിൽ കാണാം. അതായത് 7 പ്രാവശ്യം എന്ത് ചെയ്താല്, റൗണ്ട് ചെയ്താല്, അപ്പൊ ഓരോ കാലടി വെക്കുമ്പോഴും പ്രതിഫലമാണ്, ഉയർത്തു. 7 തവണ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അടിമയെ മോചിപ്പിച്ചതിനുള്ള പ്രതിഫലം എന്ത് ചെയ്യും, നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ത്വാഅത്തിലായിക്കൊണ്ട് അവിടെ നിലകൊള്ളുക എന്നുള്ളതാണ് അവന്റെ മേൽ നിർബന്ധമായ കാര്യം. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. സമയോ നമുക്ക് അവസാനിപ്പിക്കാറായി, സമയോ ഇൻഷാ അല്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധാരാളം ആളുകളുടെ ഇബാദത്തുകൾ നശിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ ട്രാവൽ ഏജൻസികളും ധാരാളം വരും. എന്നിട്ട് ആളുകൾ കൊണ്ട് ത്വായിഫിൽ കൊണ്ടുപോവുക, വേറെ അപ്പുറത്ത് കൊണ്ടുപോവുക, ഇപ്പുറത്ത് കൊണ്ടുപോവുക, ഇങ്ങനെ പോകും. ഇത് പാടില്ലാത്ത കാര്യമാണ്. കാരണം ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, വിദാഇന്റെ തവാഫ് ചെയ്യുക. വിദാഇന്റെ തവാഫ് കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല, മക്ക വിട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് എന്താണ്, ചില ഉലമാക്കൾ ഖസ്റിന്റെ നമസ്കാരം ഖസ്റാക്കാവുന്ന പരിധി വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ത്വായിഫിലേക്കാണ് പൊതുവെ പോക്ക് ആളുകൾ. ത്വായിഫ് എന്നുള്ളത് എന്താണ്, നമസ്കാരം ഖസ്റാക്കാനുള്ള ദൂരമുണ്ട് എന്നുള്ളത് ഉലമാക്കൾ സ്വഹാബികൾ തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നതിന് നല്ല ലക്ഷ്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പോകുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ടത് വിദാഇന്റെ തവാഫ് കഴിഞ്ഞിട്ടായിരിക്കും പോകേണ്ടത്. ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെങ്കിൽ, മക്ക വിട്ട് യാത്ര ചെയ്യണമെങ്കിൽ അവൻ വിദാഇന്റെ തവാഫ് ചെയ്തിരിക്കണം. ഒരാൾ യാത്രക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അവന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, കഅബയെ വിട പറയുന്നത് തവാഫ് കൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ പൊതുവെ കാനന്നാസു യൻസരിഫൂന ഫീ കുല്ലി വജ്ഹിൻ, ഈ പറയുന്ന കർമ്മങ്ങൾക്ക് ശേഷം ഓരോ സ്ഥലത്തേക്ക് പിരിഞ്ഞു പോകുമായിരുന്നു ജാഹിലിയ കാലത്ത്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യംഫിറന്ന അഹദുൻ ഹത്താ യകൂന ആഖിറു അഹദിഹി അത്തവാഫ ബിൽ ബൈത്തി. കർമ്മങ്ങൾക്ക് ശേഷം അവന്റെ അവസാന കർമ്മം എന്ത് ചെയ്യേണ്ടതുണ്ട്? കഅബയിലുള്ള തവാഫ് ആവുക എന്നുള്ളത് അനിവാര്യമാണ്. അതിനുശേഷം എന്ത് ചെയ്യാവൂ? പിരിഞ്ഞു പോകാവൂ. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ചില സ്ത്രീകൾ എന്ത് ചെയ്യും? ഹജ്ജിന്റെ തവാഫ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അപ്പോഴത്തേക്കും ചിലപ്പോൾ ഹൈദ് വന്നിട്ടുണ്ടാകാം. അങ്ങനെയാണ് എങ്കിൽ അവർക്ക് തവാഫുൽ വദാ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് വിദാഇന്റെ തവാഫ് അവർക്ക് അനിവാര്യമല്ല, നിർബന്ധമല്ല. അവരുടെ ഹജ്ജിന്റെ തവാഫ് പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എന്താകും? വിദാഇന്റെ തവാഫില്ലാതെ അവർക്ക് പോകൽ അനുവദനീയമാണ്. ഇനി ഹജ്ജിന്റെ തവാഫ് ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? അവർ ഹജ്ജിന്റെ തവാഫ് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാവൂ? പോകൽ അനുവാദമുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, ഇങ്ങനെ കഅബ വിട്ടുപോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. തവാഫിന്റെ വദാ കഴിഞ്ഞാൽ പിന്നീട് അനാവശ്യമായി അവിടെ തങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. വാഹനം കാത്തു നിൽക്കാം, കൂട്ടുകാരെ കാത്തു നിൽക്കാം, അതല്ലാതെ ഒരു കാരണവുമില്ലാതെ രാത്രിയിൽ അവിടെ എന്ത് ചെയ്യുക? താമസിക്കുക. ഇത് പാടില്ലാത്ത. കാരണം അവസാനം എന്ത് ചെയ്യുക? തവാഫിന്റെ വിദാഇന്റെ തവാഫ് കഴിഞ്ഞിട്ട് പുറപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അനിവാര്യമായിട്ട് എന്ത് ചെയ്യുന്നു? വാഹനം കാത്തു നിൽക്കാനും മറ്റൊക്കെ കുറച്ച് താമസിക്കേണ്ടി വന്നു. അപ്പൊ ചിലപ്പോൾ കുറച്ച് ഉറങ്ങിപ്പോയി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താണ്? ഒരു കാരണവുമില്ലാതെ പിന്നീട് അവിടെ പർച്ചേസിങ് നടക്കുക എന്നുള്ളതും പാടില്ല. വെള്ളമോ ഭക്ഷണമൊക്കെ വാങ്ങിക്കാം, അതല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ വാങ്ങുക എന്നുള്ളതും എന്തല്ല, തവാഫുൽ വിദാ ചെയ്തതിനു ശേഷം പിന്നീട് അനുവദനീയമല്ല. മറ്റൊരു കാര്യം, ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ പിന്നീട് സംസം കൊണ്ടുപോകൽ അനുവദനീയമാണോ എന്നുള്ളതാണ്. സംസം കൊണ്ടുപോകൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു, പാത്രങ്ങളിലും തോൽപാത്രങ്ങളിലും മറ്റുമെല്ലാം. എന്നിട്ട് അത് രോഗികൾ കൊടുക്കുമായിരുന്നു. അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒഴിക്കുകയും, രോഗികളുടെ ശരീരത്തിൽ ഒഴിക്കുകയും അത് അവരെ കുടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ മക്കയിലേക്ക് പോകുമ്പോൾ സംസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുകൾ പ്രത്യേകം എന്തിലുണ്ടായി? കൽപ്പിക്കലുണ്ടായി, അങ്ങനെ കൊണ്ടുവരലുണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം എന്താണ്? എങ്ങനെയാണ് തവാഫുൽ വിദാ കഴിഞ്ഞ് പിന്നീട് മസ്ജിദിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത്? അവിടെയും ചില തെറ്റിദ്ധാരണകളുണ്ട്. ചില ആളുകൾ പറയും എന്ത് ചെയ്യാൻ പാടില്ല? തിരിഞ്ഞു നടക്കാൻ പാടില്ല. തവാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നിലേക്ക് നടന്നു പോയിക്കൊള്ളണം. നേരെ പുറത്തേക്ക് പോകുക എന്നുള്ളത് പാടില്ല. ഇത് സ്ഥിരപ്പെടാത്തൊരു കാര്യമാണ്. യഖ്റുജു കമാ യഖ്റുജു നാസു മിനൽ മസാജിദ്. പള്ളിയിൽ നിന്ന് എങ്ങനെയാണോ പുറത്തേക്ക് പോകുന്നത് അതേപോലെ തന്നെ അവന് പുറത്തേക്ക് പോകാം. വലാ യംഷി അൽ ഖഹ്ഖറ, പിന്നോട്ട് നടന്നു പോകേണ്ടതില്ല. ബൽ യംഷി മഷിയൻ മുഅ്താദൻ, സാധാരണ രീതിയിലാണ് മടങ്ങേണ്ടത്. വയഖ്റുജു ഖുറൂജൻ മുഅ്താദൻ, സാധാരണ രീതിയിൽ പുറത്തേക്ക് കടക്കണം. സാധാരണ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴുള്ളതായ പ്രാർത്ഥനകൾ പറയണം. ഇപ്പൊ നമ്മൾ 129 ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത്. 139 ചോദ്യമാണ് ഇതിലുള്ളത്. 10 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ഹാജ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ദിവസം നമുക്ക് സൗകര്യപ്രദമായിട്ട് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് പുറപ്പെട്ടിരിക്കുന്ന ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ അവരുടെ അമലുകൾ കൃത്യമായി അവർക്ക് ചെയ്യാനും അള്ളാഹു സ്വീകരിക്കുന്ന അവന്റെ തൃപ്തി അനുസരിച്ച് ചെയ്യാനും നല്ല ഊർജ്ജത്തോടെ രോഗങ്ങളിൽ നിന്ന് മുക്തമായി ചെയ്യാനുമെല്ലാം അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സായും എല്ലാം സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യട്ടെ. അവരുടെ യാത്രകൾ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.